ഒരാത്മാവിനെ ഏറ്റവും അധികമായി പീഡിപ്പിക്കുന്നത് പാപമാണ്. അത് കഴിഞ്ഞാൽ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയും, ഒരാത്മാവിനെ ഏറ്റവും അധികമായി പീഡിപ്പിക്കുന്നത് ആകുലതയാണ്. ഈ ആകുലതയും ടെൻഷനും ഭയവും ഇതൊക്കെ വരാനുള്ള കാരണം, മറ്റൊരു വാക്യം പറഞ്ഞാൽ, നമ്മുടെ ഓരോ ദിവസവും നമുക്ക് സമ്മാനിക്കുന്ന നിരവധിയായ ജീവിതവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകള്, സങ്കടങ്ങള്, ഒറ്റപ്പെടലുകള്, തിരസ്കരണങ്ങള്, വേർപാടിന്റെ ദുഃഖം, ജീവിത പരാജയങ്ങള്, പ്രതീക്ഷിച്ചത് സ്വപ്നം കണ്ടതൊന്നും കയ്യെത്തി പിടിക്കാൻ പറ്റിയില്ല, നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങള്, പ്രതികൂല അനുഭവങ്ങള്, അനർത്ഥങ്ങള്, രോഗപീഠകള്, കുടുംബ ബന്ധങ്ങളിലുള്ള അസ്വസ്ഥതകള്, സമാധാനം തല്ലിക്കെടുത്തുന്ന ജീവിതത്തിന്റെ അന്തരീക്ഷം, ഇതെല്ലാം നമ്മുടെ ആന്തരിക വൈകാരിക മനുഷ്യനെ നിരന്തരം മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കും, അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. ജീവിതത്തിന്റെ അനുഭവമാണ്. കാരണം നമുക്ക് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ഉണ്ടാകും. ഈ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, നിശ്ചയമായിട്ടുണ്ടാകും, ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഒരു ആത്മീയ മനുഷ്യൻ തന്റെ ആന്തരിക വൈകാരിക മനുഷ്യനുണ്ടാകുന്ന അസ്വസ്ഥതകളെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടതെന്ന് കർത്താവിന്റെ വചനത്തിലൂടെ നിരവധിയായ വഴികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഗുണം എന്നാണെന്നറിയാമോ? എന്തെങ്കിലുമൊക്കെ മനസ്സിനൊരു സങ്കടം വരുമ്പോ നമുക്കറിയാം ഞാൻ ചെയ്യേണ്ട വഴി എന്തൊക്കെയാണ്, ഞാൻ എടുക്കേണ്ട രീതികൾ എന്തൊക്കെയാണ്, ഞാൻ ഏതെല്ലാം വഴികളിലൂടെയാണ് പോകേണ്ടത്, വചനം എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയാൽ നമുക്ക് സൗഖ്യമെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും. ആദ്യം എന്ത് ചെയ്യണം? വിഷമവും വേദനകളെല്ലാം തമ്പുരാന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കണം, ഇറക്കി വെക്കണം, കർത്താവിനോട് പറയണം. അതാണ് മറ്റൊരു വാക്യം പറഞ്ഞ, നാട്ടുകാരോടും വീട്ടുകാരോടും പറയുന്നതിന് മുമ്പ് ആരോട് പറയണം? അപ്പൊ ചിലപ്പോ ഈ നാട്ടുകാരോടും വീട്ടുകാരോടും പറയേണ്ട ആവശ്യം ചിലപ്പോൾ ഉണ്ടാകുകയില്ല. സങ്കീർത്തനം 34 അധ്യായം അതിന്റെ 4 മുതലുള്ള വചനങ്ങൾ. അവിടെ നിന്ന് എനിക്ക് ഉത്തരമരുളി, സർവഭയങ്ങളിൽ നിന്നും അവിടെ തന്നെ മോചിപ്പിച്ചു. നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാകുകയില്ല. പിന്നെയോ, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതയിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു. ഒരു കഷ്ടപ്പാട്, ബുദ്ധിമുട്ടും ഭയവും ഉണ്ടായപ്പോ കർത്താവിനെ വിളിച്ചു, കർത്താവിനെ നോക്കി. അതാണ് ആദ്യം ചെയ്ത സങ്കീർത്തകൻ. ഇത്രയും പ്രാർത്ഥിച്ച്, ഇത്രയും പള്ളിയിൽ പോയിട്ട് ദൈവത്തെ വിളിച്ചിട്ടും എന്തേ നിന്റെ അവസ്ഥ ഇങ്ങനെയായി, എന്തുകൊണ്ട് നിന്റെ കുടുംബം ഇങ്ങനെയായി, നിന്റെ ദൈവം എന്തേ എന്ന് ചോദിക്കാൻ തുടങ്ങി. ഈ അനുഭവത്തിന്റെ ഒക്കെ നടുവിൽ കടന്നു പോകാന്ന് പറഞ്ഞാൽ ആന്തരിക വൈകാരിക മനുഷ്യൻ വല്ലാതെ ഞെരുങ്ങുന്ന അനുഭവമാണ്, വല്ലാതെ മുറിവേൽപ്പിക്കപ്പെടുന്ന, തകർക്കപ്പെടുന്ന അനുഭവമാണ്. ദാവീദിന്റെ ചങ്കിലൂടെ കടന്നു പോകുന്ന ഭാരമാണ്. എന്നിട്ട് ദാവീദിനെ പറയാണ്, എന്റെ ആത്മാവെ നീ എന്തിന് വിഷാദിക്കുന്നു, എന്റെ ആത്മാവെ നീ എന്തിന് നെടുവീർപ്പെടുന്നു, കർത്താവിൽ ആശ്രയിക്ക്. ഒന്നതാണ്. 2, ഈ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയിൽ ഒരുപക്ഷെ ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ തമ്പുരാന്റെ അടുത്തേക്ക്, വിഷമ വേദനയൊക്കെ തമ്പുരാന്റെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ മനസ്സിന്റെ നവീകരണത്തിനായി ദൈവം തന്നതാണ് എന്ത്? ദൈവത്തിന്റെ വചനം. ഈ വചനം ഇങ്ങനെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നൊക്കെ പറയുന്നതിന് കാരണം എന്താ? ഈ വചനമൊക്കെ അങ്ങോട്ട് ഏറ്റു പറയാൻ തുടങ്ങുമ്പോ ഒരു ആന്തരിക മനുഷ്യൻ കരുത്ത് പ്രാപിക്കാൻ തുടങ്ങും, ബലം പ്രാപിക്കാൻ തുടങ്ങും. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, കുറച്ച് വചനമെങ്കിലും വൈകാട്ട് പഠിക്കണം. മനസ്സിന് സംഘർഷങ്ങളും മനസ്സിന് വിഷമമൊക്കെ ഉണ്ടാകുമ്പോ അതിന് പറ്റുന്ന കുറച്ച് വചനങ്ങളൊക്കെ നമ്മൾ ഹൃദയത്തിൽ എഴുതിയിടണം. റോമ 12:2 ലോകത്തിന് അനുരൂപരാകരുത്. എന്ന് പറഞ്ഞാൽ ലോകം പറയുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ വിട്ടുകൊടുക്കരുത് എന്നാ പറയുന്നത്. നിങ്ങൾ ലോകത്തിന് അനുരൂപരാകുന്ന, ലോകം പലതും പറയുന്നേ. നിന്റെ മനസ്സ് തളരാനും നിന്റെ മനസ്സ് തകർക്കപ്പെടാനും ഒരു കാരണം, ലോകത്തിലുള്ളവര്, നാട്ടിലുള്ളവര് നിന്നോട് പറഞ്ഞ കാര്യങ്ങളല്ലേ നിന്റെ മനസ്സിൽ കിടക്കുന്നേ, നിന്റെ ഹൃദയത്തിൽ കിടക്കുന്നേ. നിന്റെ ആലോചനയെ, നിന്റെ ചിന്തയെ, നിന്റെ മനസ്സിന്റെ വൈകാരികതയെ എല്ലാം ഇന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതല്ല, ലോകം പറയുന്ന കാര്യങ്ങളാണ്. മനസ്സ് തളർത്തുന്ന ജീവിതത്തിന്റെ സ്വരം കേട്ടൊക്കെ നമ്മൾ വല്ലാതെ തകർന്നും തരിപ്പണമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ വചനം പറയാണ്, നിന്റെ മനസ്സ് നവീകരിക്കപ്പെടണം. അതിന് നീ ഈ ലോകത്തോട് അനുരൂപരാകരുത്. വചനം പറയാണ്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പൊ പറ്റും. കാരണം മനസ്സ് നവീകരിക്കപ്പെട്ടു. മൂന്നാമത്തത്, അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അങ്ങനെ മനസ്സ് തളർന്ന അനുഭവം വരുമ്പോൾ കുറച്ച് നേരമെങ്കിലും ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ, ആരാധിക്കാൻ നമുക്ക് പറ്റിയാൽ
വലിയ അത്ഭുതമാണ്. കാരണം എന്താ പറയുക, ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ കൂടെയുള്ള ദൈവ സാന്നിധ്യം ഞാൻ അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുക. ഞങ്ങളുടെ സാന്നിധ്യത്തെ നമ്മൾ ബോധപൂർവം നമ്മൾ അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന സമയമാണ് സ്തുതിപ്പിന്റെ, ആരാധനയുടെ, ദൈവസ്തുതി. നമ്മൾ സ്തുതിക്കാൻ പറ്റും. നമുക്ക് തന്നെ കുറച്ചു നേരം ഒന്ന് സ്തുതിക്കാൻ പറ്റിയാൽ എന്തൊരു ആശ്വാസം കിട്ടും, എന്ത് വിടുതൽ കിട്ടും അറിയാവോ? അപ്പസ്തലന്മാരല്ലേ പൗലോസും ശീലാസും തടവറയിൽ കടന്നപ്പോ ഭയപ്പെട്ടും ആകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും കിടന്നപ്പോ അവരങ്ങനെ കടന്ന് വിഷമിച്ചും വേദനിച്ചും പരാതി പറഞ്ഞും അങ്ങോട്ടും കൂടി നാളെ എല്ലാം സംഭവിക്കും ഇതൊന്നുമല്ല. അവർ രണ്ടുപേരും കൂടി ദൈവത്തെ സ്തുതിച്ചു, തടവറയിൽ ദൈവത്തെ ആരാധിച്ചു. ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ടെന്ന് നമ്മുടെ മനസ്സിനോട് ഉറക്കെ പറയുന്ന ദൈവസ്തുതികളിലേക്ക്, ദൈവാരാധനയിലേക്ക് നാം നമ്മെ വിട്ടുകൊടുക്കണം. മനോഹരമായ ആയുധങ്ങളാണ് കർത്താവ് നമ്മുടെ വൈകാരിക ആന്തരിക മനുഷ്യന് മുറിവേൽക്കാതെ മുന്നോട്ട് പോകാൻ കർത്താവ് തന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. നാലാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ആത്മീയമായി വളർന്നിട്ടുള്ള നിങ്ങൾക്കറിയാവുന്ന വ്യക്തികളെ, ബന്ധങ്ങളില് ഈ ഒരു അവസ്ഥയ്ക്ക് സഹായത്തിനായി നിങ്ങൾ തേടണം. നമുക്ക് സമാധാനം, സന്തോഷം കിട്ടുന്ന ഇടങ്ങളിലേക്കല്ല നമ്മൾ പലപ്പോഴും പോകുന്നത്. നമ്മളെ ഉപരി തളർത്തുന്ന വ്യക്തികളിലേക്ക് നമ്മുടെ ജീവിതം വെക്കുന്നത്. അത് ചെയ്യരുത്. മനസ്സ് തളർന്നിരിക്കുന്നതുകൊണ്ട് എനിക്കറിയില്ല എന്താ ദൈവ പദ്ധതി എന്ന്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കാനും പാടില്ല, അത് തെറ്റിപ്പോകും. നമ്മളൊരു ആത്മീയ ആലോചന സ്വീകരിക്കണം. എന്റെ മനസ്സിനെ ബലപ്പെടുത്താൻ തക്ക വിധത്തിൽ എന്നോട് സംസാരിക്കാൻ പറ്റുന്ന, ദൈവത്തിന്റെ സ്വരം എന്നോട് പങ്കുവെക്കാൻ പറ്റുന്ന, എന്റെ ഈ അവസ്ഥയിൽ, എന്റെ ഈ സങ്കടങ്ങളിൽ എന്റെ ചോർന്നു പോയ ആത്മധൈര്യം വീണ്ടെടുത്ത് തരാൻ കഴിവുള്ള വ്യക്തികളെ, ഇടങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വെക്കണം. അല്ലെ, ഞാൻ തളരുന്ന സമയത്ത് ബാക്കിയുള്ളവർ എന്നെ ബലപ്പെടുത്തും, അവര് തളരുന്നെന്ന് തോന്നുമ്പോൾ നമ്മൾ അവരെ ബലപ്പെടുത്തും. ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളർച്ചയും ദൈവത്തോടുള്ള ബന്ധം നമുക്ക് വേണമെന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും തളരുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ ഒരു ആത്മീയ പക്വതയുള്ള ബലമുള്ള ഒരാളുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ കുടുംബത്തെ, ആ കുടുംബാംഗങ്ങളെ എങ്ങനെയെങ്കിലും അവസ്ഥയിൽ നിന്ന് പിടിച്ചു മുന്നോട്ട് കൊണ്ടുവരും. ദൈവവചനത്താൽ ബലപ്പെട്ടിട്ടുള്ള ഒരു ദൈവവചനം ആ കുടുംബത്തിലുണ്ടെങ്കിൽ ഓട്ടെ, ദൈവം അറിയാതെ വല്ലതും സംഭവിക്കോ? ഇത്ര നാളെ ദൈവം കൈപിടിച്ചില്ലേ, പിന്നെ നമ്മളെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഇതൊക്കെ കടന്നു പോകുന്നു, ഇതൊക്കെ മാറിക്കോളും, ഇതും കടന്നു പോകും എന്ന് വിശ്വസിക്കാൻ തക്ക വിധത്തിൽ ആത്മധൈര്യം പങ്കുവെക്കാൻ കഴിവുള്ള ഒരാളെങ്കിലും കുടുംബത്തിലുണ്ട് എങ്കിൽ ആ കുടുംബത്തിന്റെ മുഴുവനും പ്രതിസന്ധിയെ വളരെ ലാഘവത്തോടെ, അത്ര കണ്ട് കഠിനമാക്കാതെ അനുഭവത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തിയുടെ പ്രസൻസ്, സാന്നിധ്യത്തിന് പറ്റും. വീണു പോകുന്ന അനുഭവം വരുമ്പോ അവന്റെ കൈക്ക് പിടിക്കാനുള്ള കൈബലം ആർജിച്ചെടുക്കുന്ന സമയമാണ് നമ്മൾ ഈ വരുന്ന കൺവെൻഷനുകളിലും ശുശ്രൂഷകളിലൊക്കെ പങ്കുചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമ്മള് കൃത്യമായിട്ട് നമ്മൾ അങ്ങനെയുള്ള ഇടങ്ങളെ, വ്യക്തികളെ ഒക്കെ നമ്മൾ മനസ്സിൽ കണ്ടുവയ്ക്കണം. എന്തിനാണെന്നറിയാമോ? ഇങ്ങനൊരു വിഷയം ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, വല്ലാതെ ഡിസ്റ്റർബഡ് ആയിട്ട് നിൽക്കുന്നു, കുടുംബമായിട്ട് ഡിസ്റ്റർബഡ് ആണ്. അപ്പൊ നമുക്ക് ഒന്ന് ഓടിച്ചെല്ലാൻ, പങ്കുവയ്ക്കാൻ, ഷെയർ ചെയ്യാൻ, അങ്ങനെ ഒരു ആത്മീയ ഉപദേശം സ്വീകരിക്കാൻ പറ്റുന്ന ഒരിടം, ആത്മീയ ഉപദേശം കേൾക്കാൻ പറ്റുന്ന ഒരിടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇനി അഞ്ചാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. അനേകർക്ക് ഇന്ന് ഭയമാണ്, കുറ്റബോധമുണ്ട്, നിരാശയുണ്ട്, ഉറക്കമില്ലാത്ത അവസ്ഥയുണ്ട്. ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മുടെ വൈകാരിക മനുഷ്യൻ തകർക്കപ്പെട്ട് പോയതിന്റെ പിന്നിൽ പാപത്തിന്റെ കണക്കുണ്ടാകും. കാരണം പാപത്തിന്റെ ഒരു പരിണത ഫലമാണ്. പാപം കുറ്റബോധത്തിലേക്ക് നയിക്കും, നിരാശയിലേക്ക് നയിക്കും, ഭയത്തിലേക്ക് നയിക്കും. അത് നമ്മുടെ മനസ്സിന്റെ ഏകാഗ്രതകളെയും സ്വസ്ഥതകളെയും അനർത്ഥങ്ങളിലേക്കും അസ്വസ്ഥതകളിലേക്കും ഒക്കെ തള്ളിയിടും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനുള്ള പ്രതിവിധി എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വൈകാരിക മനുഷ്യനാണ് മുറിപ്പെടുത്തുന്നത്, പാപം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ നല്ലൊരു കുമ്പസാരം നടത്തുക, അല്ലെങ്കിൽ ആദ്യം നമ്മൾ നന്നായിട്ട് ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കുക, നമ്മുടെ പാപത്തെ ഓർത്ത് അനുതപിക്കുക, നല്ല കുമ്പസാരം നടത്തുക, വിശുദ്ധിയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുക. ഫുൾ പാക്കേജായി ഈ ഒരു കാര്യം ആദ്യം ചെയ്തിട്ട് ഉറക്ക ഗുളിക കഴിക്കാൻ പോകാവും. ഈ മനുഷ്യന് സൗഖ്യം കിട്ടാൻ എളുപ്പമാണ്. അതുകൊണ്ടാണല്ലോ യാക്കോബിന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായം 16 മുതലുള്ള വചനങ്ങൾ നാം വായിക്കുന്നുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും രോഗികളാണെങ്കിൽ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, എന്നിട്ട് തൈലം പൂശി പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറയ്, കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തും എന്നാ പറഞ്ഞ്. അവസാനത്തേത്, ദൈവത്തിന്റെ നന്മയിലും അനന്ത പരിപാലനയിലും നീ ഇപ്പോൾ കടന്നു പോകുന്ന അനുഭവത്തിന്റെ നടുവിൽ വിശ്വസിക്കുക. വളരെ പ്രധാനപ്പെട്ട. ഇപ്പൊ പ്രതീക്ഷിക്കാനൊന്നുമില്ല, പക്ഷേ ദൈവത്തിന്റെ നന്മയിലും അനന്ത പരിപാലനയിലും നീ നിന്റെ വിശ്വാസം അർപ്പിക്കുക. 8:28 പറയുന്നേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്
പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം ഇപ്പോഴത്തെ വേദനയും ദുരിതവും ദുഃഖവും തകർച്ചയും സങ്കടവും കണ്ണുനീരും എല്ലാം നന്മയ്ക്കാക്കി പരിണമിപ്പിക്കാൻ അവന് പറ്റും. ഇതാണ് വിശ്വസിക്കേണ്ടത്. ഉൽപ്പത്തി 50-ാം അധ്യായം വായിക്കുമ്പോ ജോസഫ് പറയാണ്, സഹോദരങ്ങളെ കണ്ടപ്പോ നിങ്ങൾ എനിക്ക് തിന്മയായിട്ട് ചെയ്തത് ദൈവം നന്മയ്ക്കാക്കി മാറ്റി. ഇപ്പോൾ കടന്നു പോകുന്ന ഈ വേദന, ഈ സങ്കടം ഞാൻ കടന്നു പോകും, ഇതും കടന്നു പോകും, ഇതും കടന്നു പോകും എന്ന് വിശ്വസിക്കണം.